ഹായ് എവരിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ. ഞാൻ നിങ്ങളുടെ RRP ആണ്. മക്കളെ, നമ്മുടെ വൺ അറ്റ് എ ടൈം എന്ന ഈ സീരീസിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ ചില സ്റ്റുഡൻസ് പറയാറുണ്ട്, ചില സ്റ്റുഡൻസ് അല്ല മിക്ക സ്റ്റുഡൻസും പറയാറുണ്ട്, സാറേ ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അതുപോലെ കോൺസെപ്റ്റ് ഒക്കെ എനിക്കറിയാം, പക്ഷെ ഒരു ക്വസ്റ്റ്യൻ കണ്ട പുതിയൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ എങ്ങനെ ചെയ്യണം എന്ന് എനിക്ക് മനസ്സിലാവാറില്ല. അപ്പൊ അങ്ങനെയുള്ള സ്റ്റുഡൻസിനെ ഒക്കെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ സീരീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പ്രോപ്പർ ആയിട്ട് വീഡിയോസ് കാണുക, നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോകാം. കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ ഇലക്ട്രിക് ബൾബ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. അതുപോലെ ഒരു കാര്യം കൂടെ നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ, നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഏതെങ്കിലും ഒക്കെ ടോപ്പിക്കുകൾ പഠിക്കാത്തതോ അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടന്റുകൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തതോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അതായത് ഞങ്ങൾ എടുക്കുന്നതെന്നല്ല, ഞങ്ങൾ ഇനി എടുക്കാനുള്ളതോ അല്ലെങ്കിൽ ഇതുവരെ പോസ്റ്റ് ചെയ്യാത്തതായിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നമുക്ക് സമയം അനുസരിച്ച് ഉറപ്പായിട്ടും അത് റെക്കോർഡ് ചെയ്തിടുന്നതായിരിക്കും. ഈ വൺ അറ്റ് എ ടൈം എന്ന സീരീസിന് പാരലായിട്ട് തന്നെ ഞങ്ങൾ ബൂസ്റ്റർ സീരീസിന്റെ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും മക്കളെ കോൺസെപ്റ്റ് ഒക്കെ പ്രോപ്പർ ആയിട്ട് പഠിക്കണം, കണ്ടന്റ് മനസ്സിലാക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഉറപ്പായിട്ട് ആ വീഡിയോ സീരീസ് കാണാം. ഒരിക്കലും ആരെയും പറ്റിക്കാനോ ഉപദ്രവിക്കാനോ വേണ്ടി അല്ല ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നത്. ഉദ്ദേശത്തോടെ, സ്നേഹത്തോടെ എല്ലാവരും പഠിക്കണം, എല്ലാവർക്കും നല്ല കണ്ടന്റ് കിട്ടണമെന്ന് പൂർണ്ണ വിശ്വാസത്തോടെയും കോൺഫിഡൻസോടെയാണ് ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വീഡിയോസ് കാണാം. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ അതുപോലെ നമ്മുടെ ചാനലിൽ നിങ്ങൾക്കറിയാം, ഓരോ വീഡിയോസ് പ്ലേ ചെയ്യുമ്പോൾ ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോസിൽ സത്യം പറഞ്ഞാൽ പറയാൻ വിട്ടുപോയി, പക്ഷെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക, നമ്മൾ ഈ ഇവിടെ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. ആ വാട്സാപ്പ് നമ്പർ നിങ്ങളുടെ ഡീറ്റെയിൽസ് എടുക്കാന്നുള്ള ഒരു ഉദ്ദേശമൊന്നുമില്ല. ആ വാട്സാപ്പ് നമ്പർ തന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം, അത്രേ ഉള്ളൂ. ഡയറക്ട്ലി ഡൗട്ട്സ് ചോദിക്കാം. ആ വാട്സാപ്പ് നമ്പർ ഞാനാണ് യൂസ് ചെയ്യുന്നത്, എന്റെ പേഴ്സണൽ ഫോണിലാണ് ആ വാട്സാപ്പ് നമ്പർ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾ അയക്കുന്ന മെസ്സേജ് എന്റെ അടുത്തെത്തും. ഇനിയും അഥവാ എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ കിറ്റിലാൽ സാറിനും ആക്സസ് ഉള്ളതാണ്, അപ്പൊ സാറിന്റെ അടുത്ത് കിട്ടും. ആ ഡൗട്ട്സിനുള്ള സൊല്യൂഷൻ ഞങ്ങൾ പറഞ്ഞു തരും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചോദിക്കാം, അതായത് എക്സാം റിലേറ്റഡ് എന്ത് ചോദിക്കാം. ഞങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് ഫിസിക്സ് റിലേറ്റഡ് കണ്ടന്റ് നിങ്ങൾ ഞങ്ങളോട് ചോദിക്കണം എന്നാണ്. സോ സമയം കളയുന്നില്ല, ഒന്ന് കത്തിയടിച്ചു പോയി നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. യെസ്, ആൻഡ് ഇലക്ട്രിക് ബൾബ് റേറ്റഡ് 50 വാട്ട് 200 വോൾട്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഈ തന്നിരിക്കുന്നത് റേറ്റഡ് പവറും ഈ തന്നിരിക്കുന്നത് റേറ്റഡ് വോൾട്ടേജും ആണ്. അതായത് ബൾബിന്റെ സ്പെസിഫിക്കേഷൻ ആണ്, ബൾബിന്റെ റേറ്റിങ്ങിനെ പറ്റിയാണ് തന്നിരിക്കുന്നത്. അതാണ് റേറ്റഡ് പവറും റേറ്റഡ് വോൾട്ടേജും. അത് ബൾബിന്റെ സ്പെക്കാണ്, ബൾബിന്റെ സ്പെസിഫിക്കേഷൻ ആണ്. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്തു, അതിനെ നിങ്ങൾ 100 വോൾട്ട് സപ്ലൈയിൽ കണക്ട് ചെയ്തു. അപ്പൊ നിങ്ങൾ അവിടുന്ന് തന്നെ മനസ്സിലാക്കണം, 200 വോൾട്ട് 50 വാട്ട് ആണ് നമ്മുടെ ബൾബിന്റെ റേറ്റിംഗ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം, 200 വോൾട്ട് സപ്ലൈ നിങ്ങൾ കൊടുത്താൽ അത് 50 വാട്ട് ബ്രൈറ്റ്നസിൽ കത്തും. 200 വോൾട്ട് കൊടുത്താലേ 50 വാട്ട് ഫുൾ ബ്രൈറ്റ്നസിൽ കത്തത്തുള്ളൂ. ഇപ്പൊ ഞാൻ രാവിലെ ക്ലാസ് എടുക്കാൻ വന്നു, അപ്പൊ ഞാൻ കിറ്റി സാറിനോട് പറയാണ്, എനിക്ക് 3 ഇഡലി വാങ്ങി തന്നാൽ ഞാൻ മര്യാദയ്ക്ക് ക്ലാസ് എടുക്കാം. അപ്പൊ കിറ്റി സാറ് പറയുവാണ്, RRP സാറ് ഇന്ന് എന്റെ പൈസ ഇല്ല, 1 ഇഡലി തരാം എന്ന് പറഞ്ഞാൽ 1 ഇഡലി കഴിച്ചിട്ട് കയറുന്ന എനിക്കൊരു ക്ഷീണം ഉണ്ടാവും. അപ്പൊ എനിക്ക് പ്രോപ്പറായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റണമെന്നില്ല. എനിക്ക് പറ്റും, ഞാൻ ക്ലാസ് എടുക്കും, കുറച്ച് വെള്ളം കുടിച്ചിട്ടാലും ക്ലാസ് എടുക്കും. പക്ഷെ അത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബൾബാണ് എന്ന് വിചാരിച്ചാൽ മതി. പക്ഷെ ഞാൻ പറഞ്ഞത്, നമുക്ക് കിട്ടേണ്ടത് കിട്ടിയാലേ കിട്ടുന്ന ഉറക്കം വരുത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ 200 വോൾട്ട് സപ്ലൈ കൊടുത്താലേ ഇവൻ 50 വാട്ട് ബ്രൈറ്റ്നസ് കത്തത്തുള്ളൂ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ കൊടുത്ത എത്രയാ, 100 വോൾട്ട് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദ പവർ ഡെസിപ്പേറ്റഡ് ഓഫ് ദ ബൾബ് എന്നാ ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസ് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് ആൻസർ പറയാൻ പറ്റും. അതായത് നിങ്ങൾ മാനിച്ച് 200 വോൾട്ട് കൊടുത്താലേ 50 വാട്ടിൽ കത്തത്തുള്ളൂ. നിങ്ങൾ 200 കൊടുത്തോ, ഇല്ല. അപ്പൊ എന്തായാലും 50 വാട്ടിനേക്കാളും കുറവായിരിക്കും. അപ്പൊ 100 വരത്തില്ല, 50 എന്തായാലും വരത്തില്ല. ഈ 2 ഓപ്ഷനിൽ ഒരെണ്ണമാണ്. ക്ലിയർ. ഇനി ഈ 2ൽ ഏതാണെന്ന് നമുക്ക് ആൻസർ നോക്കാം. അപ്പൊ അതിന് മുമ്പ് അതിന്റെ കോൺസെപ്റ്റ് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഇത് ബൾബിന്റെ ബേസിക് പ്രോപ്പർട്ടി, ബൾബിനെ പറ്റി. അതായത് ബൾബിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫിലമെന്റ് ടങ്സ്റ്റൺ ആണെന്നും, ടങ്സ്റ്റൺ മറ്റൊരു വിളിപ്പേരുണ്ട് വോൾഫ്രം എന്ന് പറയും. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അതാണ് W എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ടങ്സ്റ്റണെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ടങ്സ്റ്റന്റെ മെൽറ്റിംഗ് പോയിന്റ് 3422 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ഇതിൽ ടങ്സ്റ്റൺ യൂസ് ചെയ്യാൻ കാരണമുണ്ട്. കാരണം എന്താ, ടങ്സ്റ്റൺ ഒന്ന് റീസൺ അത് തന്നെയാണ്, മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്. 2 ടെൻസൈൽ സ്ട്രെങ്ത് കൂടുതലാണ്. ലോ വേപ്പർ പ്രഷർ ആണ്. ഞാൻ അതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലോ വേപ്പർ പ്രഷർ ആണ്. അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ബ്രൈറ്റ്നസ് ആൻഡ് എഫിഷ്യൻസി കൂടുതലാണ്. അതുപോലെ ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഗുഡ് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി. അപ്പൊ ഈ പോയിന്റുകളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ബൾബിന്റെ പ്രോപ്പർട്ടീസ് കൊടുത്താണ്. നമുക്ക് ജസ്റ്റ് ബൾബിനെ പറ്റി ഞാൻ തള്ളിയപ്പോൾ അതങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇനി ബൾബിനെ പറ്റി ഒന്ന് ശ്രദ്ധിക്കാം. ഈ P0 V0 ഉണ്ടോ, അതാ ബൾബിന്റെ സ്പെക്ക്, റേറ്റഡ് പവറും റേറ്റഡ് വോൾട്ടേജും.
റേറ്റഡ് പവറും റേറ്റഡ് വോൾട്ടേജ്. ഇത് അപ്ലൈഡ് നമ്മൾ താഴെ നിന്ന് കൊടുക്കുന്നത്, നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ഒരു കാര്യം എഴുതി വെച്ചേക്കുന്നുണ്ടോ, വെൻ അപ്ലൈഡ് ഈക്വൽ ടു റേറ്റഡ് അല്ലേ, അപ്ലൈഡും റേറ്റഡും ഈക്വൽ ആണെങ്കിൽ ബൾബ് ഗീവ് മാക്സിമം ബ്രൈറ്റ്നസ്. ആ 200 വാട്ട് ബൾബിന് 200 വോൾട്ട് ബൾബിന് അല്ലെ, അതിന്റെ സ്പെക്കിൽ അങ്ങനെ ആയിരുന്നു, 200 വോൾട്ട് ആയിരുന്നു. 200 കൊടുത്താലേ മൊത്തത്തിൽ കത്തത്തുള്ളൂ. അതാ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? അപ്ലൈഡും അതേപോലെ റേറ്റഡും ഈക്വൽ ആയാൽ ബൾബ് അടിപൊളിയായിട്ട് അങ്ങ് കത്തും. സെറ്റ്. ഇനി ഇവിടെ ശ്രദ്ധിച്ചിരുന്നു, ഈ രണ്ട് വാല്യൂ അറിയാവുന്നത് കൊണ്ടുള്ളൊരു ഗുണമുണ്ട്. എന്താണെന്നറിയാമോ മക്കളെ? റേറ്റഡ് പവറും റേറ്റഡ് വോൾട്ടേജും അറിയാമെങ്കിൽ പവർ കാണാനുള്ള ഇക്വേഷൻ എന്താ? V²/R അല്ലെ. വളരെ ഈസി ആയിട്ട് ഓർത്തിരിക്കാവുന്ന ഇക്വേഷൻ ആണ്. പവർ കാണാനുള്ള ഇക്വേഷൻ എന്താ? V²/R എന്നാണ്. അപ്പൊ ഇവിടുന്ന് R പറഞ്ഞ് V²/P. നമുക്ക് V അറിയാം, ബൾബിന്റെ റേറ്റഡ് വോൾട്ടേജ് അറിയാം, ബൾബിന്റെ റേറ്റഡ് പവർ അറിയാം. അങ്ങനെയാണ് ബൾബിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അതാണ് ഈ ക്വസ്റ്റ്യനിലെ ഗുണം. അതായത് ന്യൂമറിക്കൽ വാല്യൂസ് വെച്ചിട്ടുള്ള നീറ്റ് JEE എക്സാമിന് ചോദിക്കുന്ന ബൾബിന്റെ ക്വസ്റ്റ്യനിൽ ഉറപ്പായിട്ടും റേറ്റഡ് വോൾട്ടേജും റേറ്റഡ് പവറും തരും. ക്വസ്റ്റ്യൻ അത് മിക്കപ്പോഴും തരും. അപ്പം റേറ്റഡ് വോൾട്ടേജും റേറ്റഡ് പവറും അറിയാമെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൾബിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അതാണ് ഒന്നാമത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്. ക്ലിയർ ആണ്? ഇനി നിങ്ങൾക്ക് ബൾബിന്റെ റെസിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഗുണം എന്താ? ബൾബിന്റെ റെസിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ബൾബിന്റെ ഡെസിപ്പേറ്റഡ് പവർ, ബൾബ് എത്ര ഇപ്പൊ ഡെസിപ്പേറ്റ് ചെയ്യുന്ന കണ്ടുപിടിക്കാം. കാര്യം നിങ്ങൾക്ക് ബൾബിന്റെ റെസിസ്റ്റൻസ് കിട്ടി. അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് നമുക്ക് ക്വസ്റ്റ്യനിൽ തരും, ഈ അപ്ലൈഡ് ക്വസ്റ്റ്യനിൽ തരും. ക്ലിയർ? സെറ്റ്. വളരെ ഈസി ആയിട്ട് മറക്കാവുന്നതാണ്. മറക്കരുത്, ഓർത്തിരിക്കാൻ സാധനമാണ്. നമുക്ക് നോക്കാം. യെസ്. അപ്പൊ ഇനിയും എന്റെ മക്കൾ എല്ലാവരും ശ്രദ്ധിക്കുവോ? എടാ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടാ? റേറ്റഡ് പവറും റേറ്റഡ് വോൾട്ടേജും. അപ്പൊ റേറ്റഡ് പവർ എന്ന് പറഞ്ഞാൽ P0 എത്രയാ? 50. റേറ്റഡ് വോൾട്ടേജ് V0 എത്രയാടാ? റേറ്റഡ് വോൾട്ടേജ് V0 അപ്പൊ 200. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസ് ഓഫ് ദ ബൾബ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. റെസിസ്റ്റൻസ് ഓഫ് ദ ബൾബ് എന്താ? V0² P0. എത്രയാ? V0 200. അപ്പൊ 200ന്റെ സ്ക്വയർ 200 into 200 ഡിവൈഡഡ് ബൈ P0. P0 എന്ന് പറയുന്നത് 50 ആണ് അല്ലെ. ഇവനെ കൂടെ കട്ട് ചെയ്യാം. വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്യാം. ഓക്കെ ആണോ? കട്ട് ചെയ്താൽ എത്ര കിട്ടും? 8 അല്ല 4 കിട്ടും അല്ലെ. 4 into 2 8. അപ്പൊ 800 ഓം എന്ന് കിട്ടി. 800 ഓം എന്ത് കിട്ടി? റെസിസ്റ്റൻസ് ഓഫ് ദ ബൾബ് കിട്ടി. മക്കളെ റെസിസ്റ്റൻസ് ഓഫ് ദ ബൾബ് 800 ഓം എന്ന് കിട്ടിയാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വളരെ ഈസി ആയിട്ട് ഡെസിപ്പേറ്റഡ് പവർ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. പവർ ഡെസിപ്പേറ്റഡ് ആണ് കാണേണ്ടത്. പവർ ഡെസിപ്പേറ്റഡ് കാണാൻ ഇക്വേഷൻ എന്താ? പവർ കാണാൻ ഇക്വേഷൻ എന്താ? V²/R. V എന്താ? V അപ്ലൈഡിന്റെ സ്ക്വയർ ആണ്. ഡിവൈഡ് ബൈ R എന്താ? റെസിസ്റ്റൻസ് ഓഫ് ദി ബൾബ് ആണ്. V അപ്ലൈഡ് എത്രയാ? 100 ആണ്. അപ്പൊ 100ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 100 into 100 ഡിവൈഡഡ് ബൈ 800 അല്ലേ? കറക്റ്റ് അല്ലേ? 100 into 100 ഡിവൈഡഡ് ബൈ 800. ഇവിടുന്ന് 2 സീറോയും കട്ട് ചെയ്യാം. 100/8 100/4 25. അപ്പൊ അതിന്റെയും പകുതി 12.5 വാട്ട് എന്ന് വരും. 12.5 വാട്ട് എന്ന് വരും. ക്ലിയർ? വളരെ ഈസി ആയിട്ട് ആൻസർ എടുക്കാൻ പറ്റും. ഇനി ഇത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇക്വേഷൻസ് അപ്ലൈ ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. നമ്മൾ പഠിച്ച ഇക്വേഷൻസ് എങ്ങനെ അപ്ലൈ ചെയ്യും, ഇതും വളരെ സിമ്പിൾ ആയിട്ട് കാൽക്കുലേഷൻ ഫാസ്റ്റ് ഉള്ളവർക്ക് ഇത് വളരെ ഈസി ആയിട്ട് പറഞ്ഞു പോകാം. ഇങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനെ അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഒരു മെത്തേഡ് പറയാം. ഒരു പെട്ടെന്ന് ഞാൻ ഒരു മെത്തേഡ് പറയും. ഇത് മനസ്സിലായവർക്ക് വേണമെങ്കിൽ ഇവിടെ കൊണ്ട് സ്കിപ്പ് ചെയ്ത് ഓക്കെ ആണെന്നുള്ളവർക്ക്. പക്ഷെ ബട്ട് സ്റ്റിൽ അതൊന്നും അറിഞ്ഞിരിക്കുക ഒന്നുമില്ല. നിങ്ങൾ ഇവിടെ നോക്കിക്കോളാം മക്കളെ. നമ്മൾ ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ എന്താ? റെസിസ്റ്റൻസ് ഓഫ് ദി ബൾബാണ്. നമ്മൾ ഈ എഴുതിയിരിക്കുന്ന റെസിസ്റ്റൻസ് ഓഫ് ദി ബൾബാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തായാലും നിങ്ങൾ ഉപയോഗിക്കുന്ന ബൾബ് ഇതാണല്ലോ. നിങ്ങൾ 200 വോൾട്ട് സപ്ലൈ ആയിക്കോട്ടെ, 100 വോൾട്ട് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ കണക്ട് ചെയ്യുന്ന ബൾബ് ഇതാണല്ലോ. ബൾബിന്റെ റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ്. ബൾബിന്റെ റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡെസിപ്പേറ്റഡ് പവർ, ഇത് വേറൊരു മെത്തേഡ് പെട്ടെന്ന് പറയുവാണ് കേട്ടോ. ഡെസിപ്പേറ്റഡ് പവർ എന്ന് പറഞ്ഞാൽ V അപ്ലൈഡിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ഓഫ് ദ ബൾബ് എന്നല്ലേ പഠിച്ചത്. ഡെസിപ്പേറ്റഡ് പവർ കാണാൻ V അപ്ലൈഡിന്റെ സ്ക്വയർ ബൈ റെസിസ്റ്റൻസ് ഓഫ് ദ ബൾബ് എന്നല്ലേ ഇക്വേഷൻ നമ്മളിപ്പോ എഴുതി വെച്ചിരിക്കുന്നത്. എടാ ഇത് കോൺസ്റ്റന്റ് അല്ലേ? റെസിസ്റ്റൻസ് ഓഫ് ദ ബൾബ് കോൺസ്റ്റന്റ് അല്ലേ മക്കളെ? കോൺസ്റ്റന്റ് ആണെന്നല്ലേ നമ്മൾ പറഞ്ഞത്. ഇപ്പൊ റെസിസ്റ്റൻസ് ഓഫ് ദ ബൾബ് ആ ബൾബിന് എന്തായാലും കോൺസ്റ്റന്റ്. അപ്പൊ എനിക്ക് എന്ത് പറയാം? P ഡെസിപ്പേറ്റഡ് എന്ന് പറഞ്ഞാൽ V അപ്ലൈഡിന്റെ സ്ക്വയറിന് പ്രപ്പോർഷണൽ അല്ലേ? പ്രപ്പോർഷണൽ ആണെങ്കിൽ പ്രപ്പോർഷണാലിറ്റി എടുത്താൽ പോരി. അതായത് 200 ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 50 കിട്ടും. അപ്പൊ 100 ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് പവർ കണ്ടുപിടിച്ചുകൂടെ?
റിലേഷൻ ഉണ്ടല്ലോ, അങ്ങനെ വെച്ചും ചെയ്യാം. അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ സ്ക്വയർ പ്രപ്പോർഷൻ, ഇവിടെ സ്ക്വയറിന്റെ പ്രപ്പോർഷണാലിറ്റി ആണ് വരുന്നത്. അപ്പൊ 200 ആണെങ്കിൽ 50, അപ്പൊ 100 ആണെങ്കിൽ എന്തായാലും 25 വരത്തില്ല. ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരുന്നെങ്കിൽ എനിക്ക് പറയാമായിരുന്നു 200 ആണെങ്കിൽ 50, അപ്പൊ 100 ആണെങ്കിൽ 25 എന്ന് പറയായിരുന്നു. ഇത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു വി അപ്ലൈഡ് എന്നാണോ? അല്ല, വി അപ്ലൈഡിന്റെ സ്ക്വയർ എന്നാ അല്ലേ, സ്ക്വയർ എന്നാ. അപ്പൊ നമുക്ക് മനസ്സിലായി 100 50 വരത്തില്ലെന്ന് എന്തായാലും മനസ്സിലായി, 25 വരില്ല എന്ന് അവിടുന്ന് മനസ്സിലാക്കാം. ക്വസ്റ്റ്യൻ ചെയ്യാതെ തന്നെ ആൻസർ 12.5 എന്ന് പറയാൻ പറ്റും. അപ്പൊ ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മക്കളെ, വീഡിയോ സീരീസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടട്ടെ. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ, എല്ലാവരും കഷ്ടപ്പെട്ട് പഠിക്കുക. ഞങ്ങളാലാവുന്ന മാക്സിമം എഫേർട്ട് എടുത്ത് കണ്ടന്റ് ഇതിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്ത് സജഷൻ ഉണ്ടെങ്കിലും താഴെ കമന്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. അടിപൊളിയായിട്ട് വരട്ടെ. ഓൾ ദി ബെസ്റ്റ്.